ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത അമേരിക്കൻ നീക്കത്തെ ചെറുക്കാൻ നടത്തിയ റഷ്യൻ ശ്രമം ലോകത്തെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? യുക്രൈൻ യുദ്ധസമയത്ത് സംഭവിച്ചതുപോലെ കടൽ വഴിയുള്ള കേബിൾ മുറിച്ച് ബ്രിട്ടനിലേക്കുള്ള ഇന്ധന വിതരണം തടയാൻ റഷ്യ അറ്റകൈ പ്രയോഗം നടത്തുമോ? മുൻപിൻ നോക്കാത്ത വിധത്തിൽ ട്രംപ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് വഴി റഷ്യയോട് ഏറ്റുമുട്ടാൻ ബ്രിട്ടനെ ഇടത്താവളമാക്കുകയാണ്. ഒരാവശ്യം വന്നാൽ തങ്ങൾ ഇടപെടുമെന്ന ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പ് എന്തിന്റെ സൂചനയാണ്? കപ്പൽ പിടിച്ചെടുത്ത നടപടിയിൽ ചൈനയും തുറന്ന അഭിപ്രായം നടത്തിയതും അമേരിക്ക ഈ വിഷയത്തിൽ ഒറ്റപ്പെടണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാകുമോ? തികച്ചും ലോകത്തിന് ഞെട്ടൽ നൽകി വെനസ്വേല പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയെയും തടങ്കലിലാക്കി റാഞ്ചിയ ട്രംപിന്റെ നടപടിക്ക് ലോകം വലിയ വില നൽകേണ്ടി വരുമോ? ഇത്തരത്തിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയർത്തിയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ബ്രിട്ടീഷ് പട്ടാള കേന്ദ്രങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ വരവും പോക്കും ലോകം നിരീക്ഷിക്കുന്നത്. വേണ്ടിവന്നാൽ ഒരു റഷ്യൻ ആക്രമണത്തിന് അമേരിക്ക മടിക്കില്ല എന്ന ഒട്ടേറെ സൂചനകളാണ് പുറത്തുവരുന്നത്. ട്രംപ് എല്ലാ നീക്കങ്ങൾക്കും ബ്രിട്ടനെ കൂട്ടുപിടിക്കുന്നു എന്നതും വെനസ്വേല പ്രശ്നത്തിൽ ബ്രിട്ടൻ ഇതേവരെ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്നതും ലോകം സംശയത്തോടെയാണ് നോക്കുന്നത്. കാലങ്ങളായി ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ രംഗങ്ങളിലെ കൊടുക്കൽ വാങ്ങലുകൾ ലോകത്തിന് നന്നേ പരിചിതമാണ്. സാമ്പത്തിക നയങ്ങളിൽ പോലും ഒരാളുടെ തീരുമാനം മറ്റേയാളിനെ ദോഷം ചെയ്യരുത് എന്ന കരുതൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇടയിലുള്ള പരസ്യമായ വസ്തുതയാണ്. അതിനാൽ അമേരിക്കയെ ചൊറിയാൻ വേണ്ടി വന്നാൽ ഒരടി ബ്രിട്ടൻ ഇരിക്കട്ടെ എന്ന് യുദ്ധക്കൊതിയനായ പുടിൻ വിചാരിച്ചാൽ ഒരാക്രമണ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ നൽകുന്ന സൂചന. ബ്രിട്ടന്റെ ആകാശ വലയങ്ങൾ മുൻപ് പലതവണ ഭേദിച്ച് റഷ്യ നടത്തിയ നിരീക്ഷണവും കടൽ വഴിയും റഷ്യ ബ്രിട്ടൻ അരികിൽ എത്തിയതുമൊക്കെയും ഇത്തരം ഒരു സൂചനയുടെ വിരൽത്തുമ്പ് പിടിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ എണ്ണക്കപ്പലുകൾ പിടിക്കാൻ അമേരിക്കയ്ക്കൊപ്പം നീങ്ങിയ ബ്രിട്ടന് തിരിച്ചടിയായി കടൽ പൈപ്പുകൾ തകർക്കാൻ റഷ്യ തയ്യാറായാൽ അതിന്റെ കെടുതികൾ നേരിടാൻ ബ്രിട്ടൻ എത്ര കാലം വേണ്ടി വരുമെന്ന് ആർക്കും പറയാനാകില്ല. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ഭക്ഷ്യ എണ്ണ വ്യവസായത്തിന്റെ തളർച്ച മാറ്റാനായിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ പരിണിത ഫലങ്ങൾ കൂടുതൽ കനക്കുകയാണ്. ഇന്നും ബ്രിട്ടീഷ് ജനത വലിയ വില നൽകിയാണ് ഭക്ഷ്യ എണ്ണകൾ ഉപയോഗിക്കുന്നത് എന്നത് തന്നെ യുക്രൈൻ യുദ്ധത്തിന്റെ നേർഫലമായി ബോധ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതോടെ അറ്റ്ലാന്റിക് കടലിൽ മത്സ്യബന്ധന ബോട്ടുകൾ പോലെ യുദ്ധക്കപ്പലുകളുടെയും വിമാനവാഹിനികളുടെയും അന്തർവാഹിനികളുടെയും ഒക്കെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് നിഴൽ യുദ്ധം എന്നറിയപ്പെടുന്ന ഗ്രേ വാർ തുടങ്ങിയോ എന്ന സംശയത്തിലേക്ക് ലോകം എത്തിയിരിക്കുന്നത്. ബ്രിട്ടന്റെ തീരക്കടൽ നിരീക്ഷണ മേഖലയിലൂടെ നീങ്ങിയ MV മറീന എന്ന റഷ്യൻ രജിസ്ട്രേഷനുള്ള കപ്പൽ പിടിച്ചെടുക്കാനാണ് അമേരിക്ക ബ്രിട്ടന്റെ സഹായം തേടിയതും ഇത് റഷ്യയെ പ്രകോപിപ്പിച്ചതും. ഇതോടെ പിടിച്ചെടുത്ത കപ്പലിന്റെ തുടർ നടപടികൾ ബ്രിട്ടൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ റഷ്യൻ കലിപ്പ് ബ്രിട്ടന് നേരെ തിരിയാനുള്ള സാധ്യതയും ഏറെയാണ്.